പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പാവനമായ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാൻ കുടുംബത്തോടൊപ്പം ഞങ്ങളെ യോഗ്യരാക്കിയതിനെക്കുറിച്ച് ഓർത്ത് പരിശുദ്ധ ദൈവമാതാവിനും അവിടുത്തെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾ കുവൈറ്റിൽ നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ് നിതിൻ, ഹസ്ബൻഡിൻ്റെ അമ്മ അനു, മക്കളായ ഡിലാൻ തോമസ് ജോർജ്, ഡിയേഗോ ജോസഫ് ജോർജ്, ഡേവിഡ് വർക്കി ജോർജ്, ഡാനിയൽ മാനുവൽ ജോർജ്. എൻ്റെ പേര് റിൻസി ജോസഫ്. ഞങ്ങൾ ആദ്യമായി ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈൻ ഉടമ്പടിയാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു വലിയൊരു ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുകയും അത് ഞങ്ങളാൽ കഴിയത്തില്ലാത്ത രീതിയിൽ അതിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും അതുവഴി ഞങ്ങൾ ആത്മീയമായ രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഫ്രണ്ട് ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടുന്നത് കണ്ടു. അങ്ങനെ ഹസ്ബൻഡ് അവരോട് ചോദിച്ചു, എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അവർക്ക് കിട്ടിയ സാക്ഷ്യങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരികയും അതുവഴി ഞങ്ങൾ അന്നേ ദിവസം തന്നെ, അതായത് സെപ്റ്റംബർ 30 2023 ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. ആ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ജോലിയില്ലായിരുന്നു. ഞാൻ റിസൈൻ ചെയ്ത് 2022 നിൽക്കുന്ന സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആകുകയും നാട്ടിലോട്ട് പോരുകയും ചെയ്തു. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഈ ഇക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുന്നത്. അതുവഴി ഒരു ജോലി ലഭിക്കണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 2023 തിരിച്ച് ഞങ്ങൾ കുവൈറ്റിന് ചെല്ലുകയും ആ സമയത്ത് ഞങ്ങൾ മൂത്ത മകനെ കൊണ്ടുപോയില്ല, അവൻ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തിരിച്ചു ചെന്നപ്പോൾ ഒരു ജോലി ലഭിക്കാൻ വേണ്ടി പല ക്ലിനിക്കുകളിലും ഞാൻ എൻ്റെ CV കൊടുത്തു. പക്ഷേ അവിടെയൊന്നും എനിക്ക് ജോലി ലഭിച്ചില്ല. കാരണം ഞാൻ റിസൈൻ ചെയ്തിറങ്ങുന്ന ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് NOC കിട്ടിയില്ലായിരുന്നു, ലൈസൻസ് മാറ്റാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ വേറൊരു ഹോസ്പിറ്റലിൽ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഹോസ്പിറ്റലാണ്. അവിടെ ഞാൻ CV കൊടുക്കുകയും അവിടുന്ന് എനിക്ക് അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അവർ എൻ്റെ എല്ലാ ലൈസൻസ് മാറ്റാം, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ച് ഈ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ജോലി തരികയും ചെയ്തു. അത് കഴിഞ്ഞ് 2023 ഡിസംബറിൽ ഹസ്ബൻഡ് നാട്ടിൽ വരികയും 9 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആ ഓൺലൈൻ ഉടമ്പടിയിൽ ഞങ്ങൾ ആദ്യം വെച്ചത് എൻ്റെ ജോലിയായിരുന്നു. ആ 10 ദിവസത്തിനുള്ളിൽ അമ്മ എനിക്ക് ജോലി നൽകി. അതുപോലെ ഞങ്ങൾ കുടുംബത്തോടൊപ്പം അവിടെ ജീവിക്കാനായിരുന്നു ആഗ്രഹിച്ചത്. മൂത്ത മകൻ നാട്ടിലായിരുന്നു, കാരണം അവന് ഒരു വിസ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ കൊണ്ടുവരാൻ സാധിച്ചില്ലായിരുന്നു. ഹസ്ബൻഡ് ഡിസംബറിൽ നാട്ടിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് തിരിച്ചു പോരുമ്പോൾ അവൻ്റെ വിസയും കാര്യങ്ങളും എല്ലാം റെഡിയാകുകയും അമ്മ മാതാവ് അതെല്ലാം റെഡിയാക്കി ഞങ്ങൾക്ക് തരികയും തിരിച്ച് ഹസ്ബൻഡ് പോരുന്ന സമയത്ത് കുഞ്ഞിനെ കൊണ്ടുവരുവാനും സാധിച്ചു. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു, കാരണം ആ സമയത്ത് അവിടെ അഡ്മിഷൻ എല്ലാം തീർന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്കൂളിൽ മാത്രമായിരുന്നു അഡ്മിഷൻ ഓപ്പൺ ആയിരുന്നത്. അവിടെ ഞങ്ങൾ ചെല്ലുകയും ഈ കുഞ്ഞുങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരൊന്നും എഴുതുകയൊന്നും ചെയ്തില്ല. പക്ഷേ പരിശുദ്ധ ദൈവമാതാവിനോട് ഞങ്ങൾ അവിടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് നഷ്ടമായ കുറേ പൈസ ഉണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് പൈസ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവരുടെ അഡ്മിഷനൊക്കെ എടുക്കാൻ സാധിക്കുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അന്നേ ദിവസം എന്നാണോ ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി, അതായത് ലാസ്റ്റ് ദിവസമായിരുന്നു ആ സ്കൂളിൻ്റെ. ആ ലാസ്റ്റ് ദിവസം ഞങ്ങൾക്ക് പൈസ അമ്മ മാതാവ് ഈ തരാനുള്ള ആളിൽ നിന്ന് ഞങ്ങൾക്ക് തരികയും അവിടെ അഡ്മിഷൻ എടുക്കാനും സാധിച്ചു. അന്നേ ദിവസം രാത്രിയിൽ ഞങ്ങളുടെ വീട് നിറഞ്ഞ സുഗന്ധാഭിഷേകം ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം ഞാനവിടെ ജോലി ചെയ്ത് വന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ 2024 മെയ് മാസം മണക്കമാസ പ്രാർത്ഥന ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഹസ്ബൻഡും നോമ്പെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 1 ഞാൻ ഈ 4ാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ചെയ്തു. 2025 ജാനുവരി മാസം 1 ഈ കുഞ്ഞിനെ മാതാവ് ഞങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ നൽകി അനുഗ്രഹിച്ചു. അതുപോലെ 2021 ഞാൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കുവൈറ്റിൻ്റെ ആയിരുന്നു.
ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ നാട്ടിലോട്ട് ആദ്യം പോരുന്നത്. അങ്ങനെ നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് 2023 ജൂലൈ മാസത്തിൽ അവിടെ നിന്ന് ഒരു കോൾ എനിക്ക് വന്നു. നിങ്ങൾക്ക് ജോലി പ്രോസസ്സിങ് ചെയ്യാം, നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുമ്പോൾ അവർ പറഞ്ഞു 2 ആഴ്ചക്കുള്ളിൽ നിന്നെ ഞങ്ങൾ വിളിക്കും, വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ചക്കുള്ളിൽ എന്നെ വിളിച്ചില്ല. അപ്പോൾ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്യുമായിരുന്നു. ഹസ്ബൻഡ് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എക്സാം എഴുതിയ ആ ബാച്ചിലുള്ള എല്ലാവരുടെയും എക്സാം പേപ്പർ മിസ്സിങ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഈ ജോലി നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെയേറെ വിഷമിച്ചിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുവൈറ്റിലോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഹസ്ബൻഡ് ഇവിടെ വന്നത് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും ഞാനും ഹസ്ബൻഡും ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ് പ്രാർത്ഥനകളെല്ലാം നടത്തിയിരുന്നതും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നതും. അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവേ, ആ നഷ്ടപ്പെട്ട ജോലി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അവിടുത്തെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ ഞങ്ങൾ 2 പേരും സംബന്ധിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, മിഷൻ മദർ മേരിയിൽ. അങ്ങനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും ഈ നിയോഗം ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ആ ജോലി എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന്. അമ്മ മാതാവ് 2024 മെയ് മാസം ഞാൻ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുകയും ആ മെയ് മാസം തന്നെ വണക്കമാസത്തിൽ തന്നെ 28-ാം തീയതി അവിടുന്ന് എനിക്ക് ഒരു കോള് വന്നു, നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തോളൂ, നിങ്ങളുടെ ജോലി റെഡിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് നിനക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോസസ്സിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ജോലി എനിക്ക് പരിശുദ്ധ ദൈവമാതാവ് കൊണ്ടുതന്നതാണെന്ന് ഉറപ്പാണ്. കാരണം ആ മെയ് മാസം വണക്കമാസ പ്രാർത്ഥനയിൽ ലാസ്റ്റ് ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി, ഈ വണക്കമാസ പ്രാർത്ഥന ചൊല്ലി പങ്കെടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരെയും മാതാവ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ 28-ാം തീയതിയാണ് ഈ ജോലി നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവർ വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് സമയത്ത് ഒത്തിരി ഡിലേ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് ചെയ്യണമായിരുന്നു, മെഡിക്കൽ ചെയ്യണമായിരുന്നു. മെഡിക്കലിൻ്റെ വാലിഡിറ്റി 3 മാസത്തേക്ക് മാത്രമേ ഉള്ളൂ. സെക്യൂരിറ്റി ക്ലിയറൻസിൻ്റെ വാലിഡിറ്റി 6 മാസമാണ്. അങ്ങനെ ഞാൻ പോകുന്ന വഴിയിലും എവിടെയൊക്കെയാണോ സെക്യൂരിറ്റി ക്ലിയറൻസ് ചെയ്യാൻ പോയയിടത്തും മെഡിക്കൽ ചെയ്യാൻ പോയയിടത്തും എല്ലാം ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ ഓരോ പേപ്പർ വർക്കുകളും ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധ ദൈവമാതാവ് നടത്തി തന്നു. അങ്ങനെ 2025 മെയ് മാസം 9-ാം തീയതി ഞാൻ അവിടെ ജോലിയിൽ പ്രവേശിച്ചു. ആ 28-ാം തീയതിയാണ് എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നത്. ഈ 8-ാം തീയതി 9-ാം തീയതി ഇതെല്ലാം ഞങ്ങൾക്ക് ദൈവമാതാവ്, ഞങ്ങൾ ഉടമ്പടി തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് തിരിയിൽ അടയാളമായി 8 എന്ന നമ്പർ, 9 എന്ന നമ്പർ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ ഹാർട്ട്, ഈശോയുടെ ഹാർട്ട്, പരിശുദ്ധ അമ്മയെ ചിറക് വിരിച്ച അമ്മയെ കാണിച്ചു തന്നിട്ടുണ്ട്. ഡിവൈൻ മേഴ്സി കാണിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ആത്മാവ് പ്രാപഞ്ച രൂപത്തിലുള്ള രൂപം കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അടയാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം മുൻപേ തന്നെ അമ്മ മാതാവ് തിരിയേൽ ഞങ്ങൾക്ക് അടയാളമായി കാണിച്ചു തന്നിട്ടുണ്ട്. അമ്മ മാതാവ് ചെയ്തു തന്ന ഈ വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. പ്രേക്ഷ്യപ്രാർത്ഥനയായി ഞങ്ങൾ ചെയ്യാറുള്ളത് കൃപാസനത്തിൽ നിന്ന് പല ഭാഷകളിലെ പത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, ഹിന്ദി, ഇങ്ങനെ പല ഭാഷകളിൽ കുവൈറ്റിലെ പല ഭാഗത്ത് ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. നേരിട്ട് അറിയാവുന്നവരും അറിയത്തില്ലാത്തവരുമായ ഒരുപാട് പേരുടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിയോഗം ചേർത്ത് പ്രാർത്ഥിക്കാറുമുണ്ട്. കാരണം ഒരു ജപമാല അവർക്ക് വേണ്ടി സമർപ്പിച്ച് ചൊല്ലാറുമുണ്ട്. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാർഡ് ഒരു പേപ്പറിൽ പ്രത്യക്ഷ പ്രാർത്ഥന പല ഭാഷയിൽ QR കോഡ് കൂട്ടി പ്രിൻ്റ് ചെയ്തിട്ട് കൊടുക്കും. ഈ പത്രത്തിൻ്റെ കൂടെ തന്നെ അവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഇവിടെ നാട്ടിലാണെന്ന് പറഞ്ഞാലും ഓൺലൈനിൽ പറ്റുന്ന പോലെ കാരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. അവിടെയാണെന്ന് പറഞ്ഞാലും ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കും പലർക്കും. അതുപോലെ സാമ്പത്തികമായിട്ട് പ്രധാനമായിട്ട് സാമ്പത്തിക സഹായമാണ് ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യാറുണ്ട്. സാമ്പത്തിക സഹായം ചെയ്യും. പിന്നെ നാട്ടിൽ അയച്ചു കൊടുക്കും. പിന്നെ ചില ഹോസ്പിറ്റലിലൊക്കെ
കേസുകൾ വരുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ജപമാല കെട്ടി ഞങ്ങൾ കൊടുക്കാറുണ്ട്. മിഷൻ മദർ മേരി ഗ്രൂപ്പിൻ്റെ കൂടെ ജപമാല കെട്ടി കൊടുക്കാറുണ്ട്. ദൈവം തന്ന എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇതോടെ സാധിച്ചു. കാരണം ആദ്യത്തെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ മക്കൾക്കൊരു നല്ലൊരു മാതൃകയാകാനുള്ള പറ്റിയിട്ടില്ല. അതുപോലെ ഒരു ഇഷ്ടമുള്ള പോലെ അവരും ചെയ്ത് നടക്കുമായിരുന്നു. നേരെ പള്ളിയിൽ പോലും പോകുന്നില്ലായിരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ദൈവത്തിൻ്റെ പ്രസൻസ് കൂടെ വരുമെന്ന് പറഞ്ഞാൽ കൂടെ വരുന്ന ദൈവത്തെ മനസ്സിലാകുന്നു. അമ്മ കൂടെ വരും, ഈശോ കൂടെ വരുമെന്ന് പറഞ്ഞാൽ ശരിക്കും കൂടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം ഉണ്ട്. ആദ്യം ഒരു വിശ്വാസമായിരുന്നു, പക്ഷേ അതൊരു അനുഭവമാക്കി. ഓരോ പരിശുദ്ധ കുർബാനയിലും അതിൽ സ്വീകരിക്കുമ്പോൾ ശരിക്കും ഈശോ അപ്പമായിട്ട് മാറുന്നുണ്ട്, ഈശോയുടെ ശരീരം രക്തമായി മാറുന്നുണ്ട്. അത് പല ടേസ്റ്റ്, അതായത് നാവ് പൊള്ളുന്ന രീതിയിൽ മധുരമായിട്ട്, നമ്മൾ കുമ്പസാരമൊക്കെ ഒന്ന് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച എന്നുള്ളത് 3 ആഴ്ചയൊക്കെ ആയി കഴിഞ്ഞാൽ അത് ചിലപ്പം കയ്പായിട്ടും പുളിയായിട്ടൊക്കെ മാറും. അല്ലാത്ത മധുരമായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും അതിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ വരുന്ന അനുഭവം. ഇതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ നോക്കിക്കൊണ്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കാശ് രൂപം മാഞ്ഞു പോയി. പള്ളിയിൽ കയറാണ്ട് അവിടെ ഒരു ഫോൺ വന്ന് ഇമ്പോർട്ടൻറ്റ്, പള്ളിയാണ്, കുർബാനയാണ്, പരിശുദ്ധ കുർബാനയാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഒരു നിമിഷം ആ ഫോൺ വന്നപ്പോൾ ഫോൺ വെക്കാഞ്ഞതിന് കയ്യിൽ നിന്ന് കാശ് രൂപ മാഞ്ഞു പോയി. പിന്നെ ക്ഷമ പറഞ്ഞ് മനസ്സാപരണം ചൊല്ലിക്കൊണ്ട് മുട്ടയൊക്കെ തീർന്ന് അവിടെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ആ നോക്കിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഒരടി പൊക്കത്തിൽ നിന്ന് ആകാശം നിട്ട് വന്നു. ശരിക്കും ദൈവം ഒരു യോഗ്യതയില്ല, എന്തുമാത്രം അനുഗ്രഹങ്ങൾ തന്നേക്കുന്നതെന്ന് നന്ദി പറഞ്ഞാൽ തീരത്തില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമ്പോൾ മാറുന്ന സാധിക്കുന്ന എല്ലാ ദിവസങ്ങളും, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വല്ലതും മിസ്സായെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. മക്കളെ കൂട്ടി, ഞങ്ങൾക്ക് ദൈവസം കാഴ്ച 4 മക്കളാണ് വന്നേക്കുന്നത്. മക്കളെല്ലാം കൂട്ടി എല്ലാ പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാറുണ്ട്, സാധിക്കാറുണ്ട്. ഈശോയും അമ്മ മാതാവും ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ ആത്മഹത്യയുടെ വക്കിൽ, അതായത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. അവിടെ നിന്നും തിരിച്ച് അവൻ ജീവിതത്തിലേക്ക് വന്നു. ഭയങ്കരമായ ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം അമ്മ അവനെ ഇട്ടിച്ച് പോയിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ഫോണിൽ അവൻ്റെ പേര് കാണിച്ചു തന്നു, പരിശുദ്ധ മാതാവ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് അവനെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവന് 2ാം പ്രാവശ്യവും ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവനെ കണ്ട് സംസാരിക്കുവാനും അവനെ സഹായിക്കുവാനും ഉടമ്പടി ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുവരുവാനും ഞങ്ങൾക്ക് സാധിച്ചു. അവൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ അവിടെ നിന്നും അവന് ഡീപ്പോർട്ട് ചെയ്യാതെ തന്നെ പരിശുദ്ധ ദൈവമാതാവ് അവനെ നാട്ടിലോട്ട് കയറ്റി കൊണ്ടുവന്നു. തിരിച്ച് അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ഭാര്യയെയും മക്കളെയും അവന് തിരിച്ചു കൊടുത്തു. അങ്ങനെ അതുപോലെ എൻ്റെ വേറൊരു ഫ്രണ്ട്, അവൾക്ക് 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നും ഭയങ്കരമായ ദുഃഖത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അവൾ രാത്രിയിൽ എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞു. അവൾ 2ാം പ്രാവശ്യം പ്രഗ്നൻ്റായി. ആ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലയെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്ക്, നിൻ്റെ പാപഭാരങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നീ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അന്നേ ദിവസം തന്നെ പോയി അവൾ കുമ്പസാരിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. ഈ കുഞ്ഞിനെ ഞാൻ പ്രഗ്നൻ്റായി. 1 മാസം കഴിഞ്ഞപ്പോൾ അവളും പ്രഗ്നൻ്റായി. ഈ കുഞ്ഞ് ജനിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ അവൾക്കും ദൈവമാതാവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഒരുപാട് പേർക്ക്, ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്തും ഞാൻ കാണുന്നവർക്കും ഞങ്ങൾ കണ്ടുമുട്ടുന്നവർക്കും എല്ലാം പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ഉടമ്പടിയെ പറ്റി പറഞ്ഞു കൊടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുത്തു കൊടുക്കാനും ഒത്തിരി സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം കുറിച്ചോർത്ത് ഈ അനുഗ്രഹങ്ങൾക്കും കൃപകളും ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല, പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഈ കുഞ്ഞുങ്ങളെയും കൂട്ടിയാണ് ഞങ്ങൾ ഈ ജപമാല കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ടൊന്നും ആരും അങ്ങനെ സമയമൊന്നും കണ്ടെത്തുകയില്ല. പക്ഷേ ദൈവമാതാവ് ഞങ്ങളുടെ കൂടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഈ ജപമാല കെട്ടിക്കൊടുക്കാനും, അതായത് ആഴ്ചയിലൊരു 30 മേളിൽ ജപമാല കെട്ടി ഞങ്ങൾ ഈ കൃപാസന കുവൈറ്റ് ഫോളോവേഴ്സ് കൂട്ടായ്മയിൽ കൊടുക്കാറുണ്ട്. ആ കുവൈറ്റ് ഫോളോവേഴ്സ് കൂട്ടായ്മയിലെ ബാബു ബ്രദറിന് ഞങ്ങൾ നന്ദി പറയുന്നു. കാരണം എനിക്ക് ജോലി ലഭിക്കാൻ വേണ്ടി ബാബു ബ്രദർ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു.
എല്ലാറ്റിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം പരിശുദ്ധ ദൈവമാതാവിനും ദൈവകുമാരനും പരിശുദ്ധ ദൈവപിതാവിനും പരിശുദ്ധ ആത്മാവിനും ഞങ്ങളുടെ ഈ കുടുംബത്തിന് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയുന്നു. എന്നും ഈ ഉടമ്പടിയിൽ ജീവിക്കാൻ, അതായത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിത്യതയിൽ കർത്താവിനോട് ചേർക്കപ്പെടുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിദൂരത്തിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 31-ാം അധ്യായം 3-ാം വചനമാണ് നാം കേട്ടത്. എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു സ്നേഹമാണ്. അവസാനമില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതെന്ന് ഇപ്പം പറഞ്ഞു കേട്ടത്. ദൈവസ്നേഹം നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, നമുക്ക് യോഗ്യത ഉള്ളതുകൊണ്ടല്ല, നിത്യസ്നേഹത്തിൽ ഒരിക്കലും തീരാത്ത സ്നേഹം കൊണ്ടാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. ദൈവം നമ്മെ ഒരിക്കലും വിട്ടുകളയുന്നില്ല. വീഴ്ചയിലും തകർച്ചയിലും നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിൻ്റെ സ്നേഹം ക്ഷമയായും കൃപയായും സംരക്ഷണമായും നമ്മുടെ കൂടെയാണുള്ളത്. അമ്മ മാതാവിൻ്റെ സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതിഫലനമായാണ് നാം കണക്കാക്കുന്നത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ കൈപിടിച്ച് മുന്നോട്ട് നയിക്കുന്ന അമ്മയുടെ സംരക്ഷണ വലയത്തിലുള്ള ഒരു ജീവിതമാണ് നാം അനുഭവിക്കുന്നത്, നാം എക്സ്പീരിയൻസ് ചെയ്യണത്. നാം എത്ര അകലെ ആയാലും അമ്മ നമ്മെ ഈശോയിലേക്ക് വിളിച്ചു കൂട്ടുന്നു. അങ്ങനെയാണ് ഈ മകള് റിൻസി ജോസഫും കുടുംബവും ഈശോയുടെ അമ്മയുടെ സ്നേഹം അടുത്തറിഞ്ഞപ്പോഴാണ് ഈ ആലയത്തിൽ എത്താനും ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ഇവിടെ വന്ന് ഈ സന്നിധിയിൽ വന്ന് ഉടമ്പടി എടുത്തപ്പോഴാണ് അവരുടെ ജീവിതത്തിലെ പച്ചപ്പുകൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു. അസാധ്യമായി പലതും ഇവർക്ക് മനസ്സിൽ തോന്നി. ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സമയത്താണ് ഏതോ ഒരു കൂട്ടുകാരൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ കൃപാസനം അമ്മയെപ്പറ്റി കണ്ടതും പിന്നീട് അവർ അമ്മയെപ്പറ്റി കൂടുതൽ അറിയാനും ഇവിടെ വന്ന് ആദ്യം അവർ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ എടുത്ത ഉടനടി 10 ദിവസത്തിനുള്ളിലാണ് ഈ മകൾക്ക് ആദ്യത്തെ ജോലി ലഭിക്കുന്നത്. ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇവർ പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈശോയും അമ്മയും നടത്തി കൊടുക്കാൻ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നു. കുടുംബത്തോടെ വീണ്ടും ഇവർ ജീവിക്കാൻ ആഗ്രഹിച്ചു. ഹസ്ബൻഡും വൈഫും പിള്ളേരുമായിട്ട് ആ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹവും ഈശോയും അമ്മയും നടത്തി കൊടുക്കുകയായിരുന്നു. പിന്നീട് മക്കളുടെ അഡ്മിഷൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്താണ് ഈ കുട്ടികളുടെ അഡ്മിഷൻ വേണ്ടിയിരുന്നത്. അതും പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് ഇവിടെ എല്ലാ കാര്യത്തിലും ഓൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എല്ലാം ക്ലിയറായി കൊടുത്ത് ഇവരെല്ലാ രീതിയിലും പല വ്യക്തികളിൽ കൂടെ ഇവർക്ക് സഹായം നൽകി പിള്ളേരുടെ അഡ്മിഷൻ എടുക്കുവാൻ ഇവർ സഹായിച്ചു. അമ്മയുടെ സാന്നിധ്യം പല പ്രാവശ്യം ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മുല്ലപ്പൂവിൻ്റെ സുഗന്ധത്തിലും പല മെഴുകുതിരിയിലാണ് കൂടുതലും എല്ലാ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങൾ പലതും ഇവർക്ക് മെഴുകുതിരിയിലെ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തും വൈകുന്നേരത്തെ പ്രാർത്ഥനയുടെ സമയത്തുമാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഈ മകൾ വേറൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോഴും മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ജോലിക്ക് പോകാനായിട്ട് എല്ലാ ഡേറ്റും കാര്യങ്ങളെല്ലാം എടുത്തപ്പോഴും പരിശുദ്ധ അമ്മ ഇവരോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു 9-ാം തീയതി എന്ന ഡേറ്റ് മെഴുകുതിരിയിൽ കാണിച്ചു കൊടുത്തു. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്ത് ഒരു ഡാർക്ക് മൊമെൻറ്റ്സ് ആയിരിക്കാം. ഈശോയെ അമ്മയും കൂടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ തീരുമാനങ്ങളെല്ലാം നേരാണോ തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നമ്മൾ അതിശയിക്കുമ്പോഴും കൺഫ്യൂഷൻ ആകുമ്പോഴൊക്കെ അമ്മയും ഈശോയും നമ്മുടെ കൂടെ നിന്ന് നമ്മൾ ഓരോ രീതിയിലാണ് നമുക്ക് വെളിപ്പെടുത്തി തന്ന അവരുടെ സാന്നിധ്യം. ഈ മക്കൾക്ക് മെഴുകുതിരിയിൽ 9 എന്ന ഡേറ്റ് ക്ലിയറായിട്ട് കാണിച്ചു കൊടുത്തു. ആ 9-ാം തീയതി തന്നെയാണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ 9-ാം തീയതി ജോയിൻ ചെയ്തു. ഈ മകളെന്നോട് ഷെയർ ചെയ്തായിരുന്നു അവിടെ പോയപ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം ഒരു ബട്ടർഫ്ലൈയുടെ രൂപത്തിലാണ് വന്നതെന്നാണ് ഇപ്പോഴും പറഞ്ഞത്. എന്നെ ഉറപ്പിച്ചതാണ് ബട്ടർഫ്ലൈയുടെ കാര്യം.
അവിടെ ചെന്നപ്പോഴും അമ്മയുടെ സാന്നിധ്യം എപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്ന പല രീതിയിലാണ്. കളറുകളിൽ, നമ്പറിൽ, മെഴുകുതിരിയിൽ, സുഗന്ധത്തിൽ, അങ്ങനെ പല രീതിയിൽ നമ്മൾ ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ അമ്മ വന്ന് നമ്മളോട് പറയും ഞാനുണ്ട് കൂടെ എന്ന്. ഈ മക്കളോടും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഓരോ കാര്യത്തിനും അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഓരോ കാര്യങ്ങളിലും അമ്മയോട് പറയാനും മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കുന്നത്. നമ്മൾ ഏത് സാഹചര്യത്തിലായാലും, പാപത്തിൽ നിന്നാലും, നിരാശയിൽ ജീവിച്ചാലും അമ്മ മാതാവിൻ്റെ ഇടപെടലിലൂടെ നമ്മെ തിരികെ ദൈവത്തിലേക്ക് നയിക്കുകയാണ്. ഓരോ വഴികൾ, പുതിയ വഴികൾ കാണിച്ചു തരികയാണ് അമ്മ മാതാവ് നമ്മുടെ കൂടെ നിന്ന്. ദൈവം നമ്മെ നിത്യമായി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്, നമ്മെ കൈവിടില്ല. നാം ദൈവത്തിന് വിലപ്പെട്ടതാണെന്നാണ് നമ്മുടെ ഓരോ എക്സ്പീരിയൻസ്, ഓരോ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ദൈവസ്നേഹം ഒരിക്കലും പിൻവലിക്കാത്ത സ്നേഹമാണ്. അമ്മ മാതാവും ആ സ്നേഹത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. പിന്നീട് ഈ മകൾ പറഞ്ഞത് പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ്. പത്രം പല ലാംഗ്വേജിലും മേടിച്ച് കൊടുക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തന ഭാഗമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് കൂടെ നിന്ന ഒരു കൂട്ടുകാരന് സൂയിസൈഡിൻ്റെ വക്കിൽ ഒരു അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ മകൻ്റെ പേര് ഫോണിൽ വന്നത്. അത് വന്ന ഉടനെ ഈ മകൾക്ക് എന്തോ ഒരു വ്യത്യാസം. അമ്മ മാതാവ് പറഞ്ഞതുപോലെ ഈ ഫോണിൽ വന്ന പേരനുസരിച്ച് അവർ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ ആ മകന് രണ്ടാമത്തെ അറ്റംപ്റ്റിലായിരുന്നു. പിന്നീട് ഇവർക്ക് കാണിച്ചു കൊടുത്തത് 50 എന്നൊരു നമ്പറായിരുന്നു. ആ നമ്പറാണ് ഇവർക്ക് ഈ മകന് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയ സമയത്താണ് ഇവരെ കുടുംബത്തിനെ സഹായിച്ച് ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഈ മകനെ കരകയറ്റിയത്. പിന്നീട് ആ കുടുംബവും ഒരു ഡൈവോഴ്സിൻ്റെ വക്കിൽ നിന്ന കുടുംബത്തെ വീണ്ടും അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് വേറൊരു റിലീജിയനിൽ പെട്ടതായിരുന്നു, വേറൊരു മതത്തിൽ പെട്ടതായിരുന്നു. പക്ഷെങ്കിൽ ആ തക്ക സമയത്ത് കിട്ടിയ ആ സഹായം, ഈ മകൻ്റെ ഫോണിൽ വന്ന പേര്, ഇതും അമ്മ മാതാവ് കാണിച്ചു കൊടുത്തത് തന്നെയാണ്. മറ്റ് ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഒന്ന് കരകയറ്റി കൊടുക്കുവാനും അമ്മ മാതാവ് അവരുടെ ജീവിതത്തിലും ഇടപെടുന്നതായിട്ടാണ്. നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരുടെ ജീവിതത്തിലും അമ്മ മാതാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് അവർ ഈ കുടുംബത്തെയും മുന്നോട്ട് നയിച്ച് ആ കുടുംബം ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാനും അമ്മ മാതാവിനെ അറിയാനും സാധിച്ചത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കുടുംബവും അവരുടെ സാക്ഷ്യം പറയാൻ വന്നിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം നമുക്ക് തന്നെ അനുഭവിക്കുന്ന, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ നമുക്കൊരു പുതിയ വെളിച്ചം കൊടുക്കുവാനായിട്ട്, പ്രകാശം കൊടുക്കുവാനായിട്ട് ഈശോയും അമ്മയും നമ്മളെ സഹായിക്കും. നമ്മെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ്. നമ്മുടെ അനുഭവത്തിൽ കൂടെ മറ്റുള്ളവരുടെ വിശ്വാസം കൂടുതൽ തീക്ഷ്ണപ്പെടുത്തുവാനും മറ്റുള്ളവരെയും ഈശോയിലെ അമ്മയിലേക്ക് അടുക്കുവാനും അവർക്കൊരു നല്ല ജീവിതം നയിക്കുവാനും അവരെ സഹായിക്കാനും ഉടമ്പടി ജീവിതം നമ്മളെ സഹായിക്കുന്നു. പിന്നീട് ഒരു കാശുരൂപമാണ്. മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ചിലപ്പോൾ മാതാവ് തന്നെ കാശുരൂപം അവർ പറയുന്നത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോഴത്തേന് മാതാവ് വരികയും പോവുകയും മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി കൊടുക്കുന്ന പല രീതിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും വിശ്വാസം അനുഭവമാക്കി തീർക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇവരും ഇതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ വിശ്വാസം ഒരനുഭവമായി മാറ്റി അമ്മ മാതാവ് കൂടെ നടക്കുന്നുണ്ട്. ഇപ്പോഴും അമ്മ കൂടെ നടക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. എന്നാണ് നമുക്കും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. വിശേഷവിധിയായിട്ട് ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ എന്താണ് ഈശോയ്ക്കും അമ്മയ്ക്കും ചെയ്യാറുള്ളതെന്ന്. ഈ മക്കൾ പറഞ്ഞപ്പോൾ ഞാനും അതിശയിച്ചു പോയി. ഈ 4 കുട്ടികളായിട്ടാണ് ഈ അച്ഛനും അമ്മയും കുട്ടികളെ കൂടെ നിർത്തി പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഈ കൊന്ത കെട്ടുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. ഒരാഴ്ചയിൽ 30 കൊന്ത കെട്ടി കൊടുക്കുന്നത്. അത് മാതാവിനുള്ള സ്നേഹം കാരണമാണ്. ഇവർക്കൊന്നും കിട്ടാനല്ല, ഒന്നും ലഭിക്കാനല്ല, പക്ഷേ ഈശോയുടെ അമ്മയോടുള്ള സ്നേഹം കാണാൻ ഇവർ ആ കൊന്ത കെട്ടി അവർ കാണിച്ച് ദൈവത്തിന് കൊടുക്കുന്നത്. ഈ 4 കുട്ടികളെ ആയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഇവിടെ വരുന്ന അച്ഛനും അമ്മമാരോടും ചോദിക്കാറുണ്ട്, മക്കൾ ഉടമ്പടി എടുത്തോ എന്ന്. ഇല്ല സിസ്റ്റർ, അവർ സമയമില്ല, അവർ കുവൈറ്റിലാണ്, അവർ സൗദിയിലാണ്, അവർ അയർലൻഡിലാണ്, അവർക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയമില്ല. ഇങ്ങനെയാണ് പല പേരൻസും പറയാറുള്ളത്. പക്ഷേങ്കിൽ ഈ പേരൻസ് ഞാൻ ഒരു ഡിഫറെൻറ്റ് പേരൻസായിട്ട് എനിക്ക് തോന്നിയത്, അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ കൊന്ത കെട്ടുന്നത്? പിള്ളേർ ഉറങ്ങുമ്പോൾ, അവർ പഠിക്കുമ്പോഴൊക്കെയാണ് ഞങ്ങൾ കൊന്ത കെട്ടുന്നത്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കൊന്ത കെട്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇവർക്കുള്ള സ്നേഹം വെറുതെ അല്ല, ഓരോ കാര്യത്തിലും ഇവർ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്ന, കൂടെ നടക്കുന്ന അമ്മയെ കാണുന്നത് ഇവരിങ്ങനെയൊക്കെ വിശേഷവിധിയായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അമ്മ എങ്ങനെ മറക്കാതിരിക്കും ഇവരുടെ കാര്യങ്ങളും. ഇവർ പറയുന്ന ഓരോ കാര്യങ്ങളും അമ്മ സ്വന്തം അമ്മയോട് പറയുന്ന പോലെയാണ് ഇവർ പറഞ്ഞ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും അനുഗ്രഹം വർഷിക്കുന്നത്. സമയമില്ല എന്ന് പറയുന്നത് സ്നേഹമില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഈശോയോടും അമ്മയോടും നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സമയം കണ്ടെത്തും.
സ്നേഹത്തിലാണ് അമ്മ മാതാവ് നമ്മെ നയിക്കുന്നത്. ഒറ്റപ്പെടലിൻ്റെയും അവഗണനയുടെയും സമയങ്ങളിൽ ദൈവം അകലെ എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ നമുക്കും ഓർക്കാം, ദൈവം പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അമ്മ പറയുന്നു ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിത്യസ്നേഹത്തിൻ്റെ ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. കൃപാസനം അമ്മ ആ സ്നേഹത്തിലേക്കാണ് നമ്മെ ചേർത്ത് നിർത്തുന്നത്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും റിൻസി ജോസഫിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.